ഒരു അവസ്ഥയാണ്. കാരണം ഇതില് അഭിനയിച്ചിരിക്കുന്നവർ എല്ലാവരും വളരെ പ്രശസ്തരും എല്ലാ കേരളീയർക്കും വ്യക്തമായിട്ട് അറിയുന്ന ആൾക്കാരുമാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ശ്രീ തമ്പി സാറാണ്. അപ്പൊ തമ്പി സാറിനെ ഇതിൽ അഭിനയിപ്പിച്ചതിനെതിരെയാണ് ആദ്യത്തെ ആക്രമണം വന്നിട്ടുള്ളത്. അപ്പൊ തമ്പി സാറ് ഒരു പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ അത്തരം ഒരു അവസ്ഥയിലൊന്നുമല്ല തമ്പി സാർ ഈ സിനിമയിലോട്ട് വന്നിട്ടുള്ളത്. തികച്ചും എന്നോടുള്ള ഒരു സ്നേഹം അല്ലെങ്കിൽ താല്പര്യം വളരെ വർഷങ്ങളായിട്ട് പരസ്പരം അറിയാവുന്ന ഒരു രണ്ട് വ്യക്തിത്വങ്ങൾ എന്ന നിലയിൽ എന്നോടുള്ളൊരു സ്നേഹത്തിന്റെ പുറത്ത് മാത്രമാണ് തമ്പി സാർ ഇതിൽ അഭിനയിച്ചിട്ടുള്ളത്. ഒരു കലാകാരൻ എന്ന നിലയിൽ ഒരു കഥാപാത്രമായിട്ട് മാത്രമാണ് സാർ ഇതിൽ അഭിനയിച്ചത്. എന്നാൽ സോഷ്യൽ മീഡിയകളിലും മറ്റ് മാധ്യമങ്ങളിലൂടെയൊക്കെ സോഷ്യൽ മീഡിയകളിലൂടെ ഉണ്ടായിട്ടുള്ള ആരോപണം വളരെ മോശകരമായിട്ടുള്ളതായിരുന്നു. ആ സിനിമയിൽ സാർ ഉപയോഗിച്ച കോസ്റ്റ്യൂമിന്റെ കളർ വരെ എടുത്തു പറഞ്ഞ് തീരെ സഭ്യമല്ലാത്ത രീതിയിലുള്ള ആക്രമണമാണ് നടന്നിട്ടുള്ളത്. അതൊക്കെ സങ്കടകരമാണ്, വളരെ വേദനാജനകമാണ്. പിന്നെ സിനിമയെ പറ്റി കൂടുതൽ പറയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലെ പ്രധാന വേഷം ചെയ്ത തമ്പി സാറിന്റെ അടുത്ത് തന്നെ ഒന്ന് ക്ഷണിക്കുകയാണ്. നമസ്കാരം. ഒരു കുറെ കാലഘട്ടത്തിന് മുമ്പ് നടക്കുന്ന ഒരു കഥയാണ് മായമ്മ. ഇന്നത്തെ ഈ മോഡേൺ യുഗത്തിന് മുമ്പ്, അതായത് മൊബൈൽ പോലും വരുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടം. അങ്ങനൊരു കാലഘട്ടത്തിൽ കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ നടക്കുന്ന കഥ. അപ്പൊ കേരളത്തിൽ എവിടെയാ ഗ്രാമം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളം ഇന്ന് മൊത്തത്തിൽ ഒരു സിറ്റി ആയിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. കാസർഗോഡ് മുതൽ പാലക്കാട് വരെ യാത്ര ചെയ്യുമ്പോൾ ഒറ്റ സിറ്റി ആയിട്ട് വേണമെങ്കിൽ നമുക്ക് അതിനെ കാണാം. പക്ഷെ എങ്കിൽ പോലും ആ സിറ്റിയിൽ നിന്നും കുറച്ച് അകത്തേക്ക് പോയി കഴിഞ്ഞാൽ, ഇപ്പൊ പാലക്കാട് നഗരത്തിൽ നിന്ന് അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് ഗ്രാമങ്ങളുണ്ട്, പ്രത്യേകിച്ചും പൊള്ളാച്ചി ആ വഴികളിലൊക്കെ. അതുപോലെ തന്നെ മധ്യ തിരുവിതാംകൂറിലും തിരുവല്ല അല്ലെങ്കിൽ ചങ്ങനാശ്ശേരി അവിടെ നിന്നൊക്കെ അകത്തേക്ക് പോകുമ്പോൾ ഗ്രാമങ്ങളുണ്ട്. അപ്പൊ അത്തരം ഗ്രാമങ്ങളിൽ ഇപ്പൊ ഗ്രാമങ്ങൾ പോലും ഇപ്പൊ വളരെ മോഡേൺ ആയിപ്പോയി. ഇപ്പൊ ഒരു ഗ്രാമീണത എന്ന് പറയുന്നത് പോലും നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷെ അതുകൊണ്ടായിരിക്കാം ഇതിന്റെ സംവിധായകനും തിരക്കഥാകൃത്തുമായ രമേഷ് കുമാർ ഇതിനെ കുറച്ച് കാലഘട്ടത്തിൽ പിന്നിലേക്ക് കൊണ്ടുപോയത്. കുറച്ചൊരു ആ ഗ്രാമീണത കിട്ടാനും ആ ബന്ധങ്ങളുടെ ഒരു ഊഷ്മളത നിലനിർത്താനും വേണ്ടിയായിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിന് പുറകിലുള്ളൊരു കഥ, ഒരു പുള്ളുവനും ആ പുള്ളുവ പെൺകുട്ടി, പുള്ളുവന്റെ മകളും മറ്റൊരു ഗ്രാമത്തിൽ നിന്ന് പലായനം ചെയ്ത് ഒരു പുതിയ ഗ്രാമത്തിലെത്തുന്നു. അവിടെ അവരൊരു വേരുറപ്പിക്കാൻ ശ്രമിക്കുന്നു. അവിടെ അവർക്ക് സഹായമായി നൽകുന്ന ഒരു നമ്പൂരി ഇല്ലം. ആ ഇല്ലത്തിലെ ഒരു ഇളയ തലമുറയിൽപ്പെട്ട ഒരു പയ്യനുമായിട്ട് ആ പെൺകുട്ടി പ്രേമത്തിലാവുന്നു. പിന്നെ അത് ഉണ്ടാക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളെ എങ്ങനെ ആ കുട്ടി തരണം ചെയ്യുന്നു, അല്ലെങ്കിൽ ആ തരണം ചെയ്യുന്ന അവസ്ഥയിലേക്ക് കുട്ടിയെ എങ്ങനെ കൊണ്ട് എത്തിക്കുന്നു എന്നുള്ളതാണ് ഈ ചിത്രത്തിന്റെ പ്രധാന പ്രമേയം. അതുകൊണ്ട് തന്നെ ഇതൊരു സ്ത്രീപക്ഷ സിനിമ തന്നെയാണ്. തീർച്ചയായിട്ടും ഒരു ഫീമെയിൽ ഓറിയന്റഡ് അല്ലെങ്കിൽ ഒരു ഹീറോയിൻ ഓറിയന്റഡ് സിനിമ തന്നെയാണ്. മായമ്മ എന്ന് പറയുന്ന പ്രധാന കഥാപാത്രമാണ്. അത് അഭിനയിച്ചിരിക്കുന്നത് അങ്കിത വിനോദാണ്. അപ്പൊ ആ മായമ്മയുടെ അച്ഛനായ പുള്ളുവന്റെ കഥാപാത്രമാണ് എനിക്ക്. അപ്പോ ഞാനിത് രമേശ് എന്നെ ഈ വേഷത്തിന് വിളിച്ചപ്പോ ഞാൻ രമേശിനോട് ആദ്യം ചോദിച്ചത് ഞാൻ ആ വേഷത്തിന് ചേരുവോ എന്നുള്ളതാണ്. പുള്ളുവന്റെ വേഷത്തിന് എന്റെ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ വെച്ച് ചേരുവോ എന്നുള്ളതായിരുന്നു എന്റെ സംശയം. രമേശ് പറഞ്ഞില്ല, സാറ് തന്നെ ചെയ്യണം നിർബന്ധപൂർവ്വം പറഞ്ഞപ്പോ ശരി ആയിക്കോട്ടെ. ഒരു സംവിധായകനാണല്ലോ ഒരു നടനെ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ കഥാപാത്രം. പ്രത്യേകിച്ചും രമേശ് തന്നെയാണ് എന്റെ സ്ക്രിപ്റ്റ്. അപ്പം തിരക്കഥാകൃത്തും സംവിധായകനും ഒരാളാകുമ്പോ അയാളുടെ മനസ്സിലൊരു കഥാപാത്രത്തെ കുറിച്ച് ചിന്തയുണ്ടാവും. ഈ കഥാപാത്രം ഇന്ന രൂപത്തിലായിരിക്കണം, ഇന്ന ആളായിരിക്കണം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇന്ന രൂപമുള്ള ഒരാളായിരിക്കണം ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്ന തിരക്കഥാകൃത്തും സംവിധായകനുമാണ്. അപ്പൊ അതുകൊണ്ട് ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞാൻ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. എന്റെ സിനിമകളിലും അല്ലാതെ മറ്റു സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഇതുവരെ അഭിനയിക്കാത്ത തരത്തിലുള്ള ഒരു കഥാപാത്രം, നായികയുടെ അച്ഛൻ, അങ്ങനെ കഥാപാത്രം ഞാൻ ചെയ്തിട്ടില്ല. അല്ലാതെയുള്ള പല പല വേഷങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതില് നായികയുടെ അച്ഛൻ മാത്രമല്ല, ഒരുപാട് നല്ല സെന്റിമെന്റ്സ് ഉള്ള മുഹൂർത്തങ്ങൾ, ഒരുപാട് ഡ്രമാറ്റിക് ആയിട്ടുള്ള മുഹൂർത്തങ്ങളൊക്കെ അഭിനയിക്കാൻ പറ്റി. ഒരുപാട് സീൻസ് ഒന്നുമില്ല, പക്ഷെ സിനിമയിൽ അതിമധ്യാന്തം നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രം തന്നെയാണ്. പക്ഷെ അത് ഞാൻ ഒരു സംവിധായകൻ എന്ന നിലയ്ക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു നടനായി ഒരു സെറ്റിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം
ഒരുപാട് ഒരു റിലാക്സേഷൻ ഉണ്ട്. കാരണം ഒരു സംവിധാനം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് ടെൻഷനുണ്ട്. ഒരു നടനാകുമ്പോഴത്തേക്കും വലിയ ടെൻഷനൊന്നുമില്ല. അപ്പൊ അത് അഭിനയിക്കുന്നത് നമുക്ക് ശരിയാണോ എന്ന് നമുക്ക് മുന്നിൽ ഒരാള് പറഞ്ഞു തരാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആരും വലിയ നടന്മാരൊന്നുമല്ല. പ്രത്യേകിച്ച് സിനിമയിലെ അഭിനയം എന്ന് പറയുന്ന ഒരു വലിയ ഒരു നടന ഒരു സംഭവമൊന്നുമല്ല, ഒരു ബിഹേവിംഗ് ആണ് സിനിമ അഭിനയം എന്ന് പറയുന്നത്. ഒരു കണ്ടിന്യൂസ് പ്രോസസ് അല്ല സിനിമയിലെ അഭിനയം. അതുകൊണ്ട് തന്നെ ഒരു ഷോട്ടിൽ ഇപ്പൊ 24 അല്ലെങ്കിൽ 25 ഷോട്ടുള്ള ഒരു സീനാണ് എടുക്കുന്നെങ്കിൽ ആ സീനിലെ ഏത് ഷോട്ടാണ് ആദ്യം എടുക്കുന്നത് സംവിധായകനാണ് തീരുമാനിക്കുന്നത്. ചിലപ്പോൾ 22ാമത്തെ ഷോട്ടായിരിക്കും ആദ്യം എടുക്കുന്നത്. ആ 22ാമത്തെ ഷോട്ട് അഭിനയിച്ചിട്ടായിരിക്കും ആ സീനിലെ 1ാമത്തെ ഷോട്ട് അഭിനയിക്കുക. അപ്പൊ ആ ഷോട്ടിന് വേണ്ടിയാണ് അഭിനയം. അപ്പൊ അതിന്റെ കണ്ടിന്യൂസ് പ്രോസസ് എന്ന് പറയുന്നത് സംവിധായകന്റെ മനസ്സിലാണ്. സംവിധായകനാണ് സിനിമയെ മുഴുവനായിട്ട് ഉള്ളിൽ കാണുന്നത്. തന്റെ സിനിമ അല്ലെങ്കിൽ തന്റെ ഒരു സീൻ ഷോർട്ട് വൈസ് ഡിവൈഡ് ചെയ്യുമ്പോൾ സംവിധായകനാണ് തീരുമാനിക്കുന്നത് ഇത്ര ഷോട്ടുകളിലൂടെയാണ് ആ സീൻ ചെയ്യേണ്ടത്, ആ ഷോട്ടുകൾ ഇങ്ങനെ ആയിരിക്കണം. അപ്പൊ ആ സംവിധായകന്റെ മനസ്സിലുണ്ടാവും ആ സിനിമയിലെ ആ കഥാപാത്രം എങ്ങനെയാണ് അഭിനയിക്കേണ്ടതെന്ന്. അപ്പൊ അത് മനസ്സിൽ സംവിധായകൻ കാണുന്നത് അഭിനയിപ്പിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ അത് സംവിധായകൻ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നടന്റെ കർത്തവ്യം. അപ്പൊ അത് എനിക്ക് തോന്നുന്നു നീ ജനമാണ് പറയേണ്ടത് ഞാൻ ചെയ്ത് നന്നായിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. കാര്യം എനിക്ക് സ്വന്തമായിട്ട് ജയിച്ചുകൊണ്ടില്ല, പക്ഷെ രമേഷും മറ്റു ക്യാമറമാനും എല്ലാം നന്നായിരുന്നു എന്ന് പറഞ്ഞു സീൻസുകൾ കണ്ടിട്ട്. അപ്പൊ അതൊരു ധൈര്യം, ഇനിയും ജനം പറയട്ടെ. അപ്പോ അങ്ങനെ ഒരു നടനെന്ന നിലയ്ക്കും ഈ സിനിമയിൽ ഒരു സാന്നിധ്യം അറിയിക്കാൻ പറ്റും. പക്ഷെ നല്ല ഒരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞൊരു അഭിമാനമുണ്ട്. പ്രത്യേകിച്ചും എന്റെ മകളായിട്ട് അഭിനയിച്ച അങ്കിത വിനോദ കുട്ടിയുടെ റിലീസാകാൻ പോകുന്ന ആദ്യത്തെ സിനിമയാണ് ഈ മായമ്മ. എനിക്ക് ആ സിനിമയിലെ അതിമനോഹരമായ പെർഫോമൻസ് ആണ് അങ്കിത കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അതിൽ ആ ഒരു കളം മായ്ക്കുന്ന ഒരു പാട്ടൊക്കെ വളരെ റിസ്ക് എടുത്തും വളരെ ബുദ്ധിമുട്ടി ആ കുട്ടി പെർഫോം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കുട്ടി തൊട്ടടുത്തിരിക്കുകയാണ്. ഞാൻ അഭിനന്ദനങ്ങൾ നേരിട്ട് അറിയിക്കുകയാണ്. മാത്രമല്ല അതെനിക്ക് തോന്നുന്നു ഒരു നല്ലൊരു അംഗീകാരത്തിന് സാധ്യതയുണ്ട്. ഒരു നല്ല ഒരു ജനങ്ങളുടെ അംഗീകാരം, അതോടൊപ്പം നല്ലൊരു അവാർഡും എനിക്ക് തോന്നുന്നൊരു ഡെബ്യൂ നായികയായിട്ട് തന്നെ ഒരു നല്ല നടിക്കുള്ള അവാർഡുകൾ കിട്ടാൻ ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്തായാലും ഈ സിനിമയ്ക്കും സിനിമയുടെ പ്രവർത്തകർക്കും എല്ലാവർക്കും എന്റെ വിജയാശംസകൾ നേരുന്നു. ഒപ്പം എല്ലാ പ്രേക്ഷകരോടും ഒരു അഭ്യർത്ഥന, ഈ സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണണം. കാര്യം ഒരു സിനിമ നമുക്ക് തിയേറ്ററിൽ പോയി കാണുമ്പോഴാണ് ആ സിനിമ വിജയിക്കുന്നത്. നാളെ OTT പ്ലാറ്റ്ഫോമിലോ അല്ലെങ്കിൽ ചാനലിലോ ഒക്കെ സിനിമ വരാം, അത് രണ്ടാമത്തെ കാര്യം. പക്ഷെ അതൊക്കെ വരുമ്പോ അതിനൊക്കെ ആ സിനിമയുടെ വിജയമായിട്ട് ജനം കണക്കാക്കില്ല. OTT ചാനലിൽ ഇത്രയും ആൾക്കാർ സിനിമ കണ്ടു എന്നുള്ളത് ഒരു സിനിമയുടെ വിജയത്തിന്റെ ഒരു കണക്കൂട്ടലിൽ വരുന്നില്ല. എത്ര ദിവസം തിയേറ്ററിൽ ഓടി, തിയേറ്ററിൽ എത്ര രൂപ കളക്ഷൻ വന്നു, ഇപ്പൊ കാണുന്നില്ല 100 കോടി ക്ലബിൽ കയറി, മറ്റേതിൽ കയറി, മരിച്ചതിൽ കയറി. അതൊക്കെയാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പബ്ലിസിറ്റികൾ. അപ്പൊ ഒരു സിനിമ നല്ല രീതിയിൽ വിജയിക്കണമെങ്കിൽ, വിജയിച്ചതായിട്ട് ജനം കണക്കാക്കണമെങ്കിൽ തിയേറ്ററിലെ ഒരു കളക്ഷൻ തന്നെയാണ് പ്രധാനം. അതുകൊണ്ട് എല്ലാ പ്രേക്ഷകരും ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണം. നല്ലൊരു സിനിമയാണ്. നിങ്ങൾക്ക് നൊസ്റ്റാൾജിക് ഒരു മെമ്മറീസ് ഒക്കെ സാധ്യതയുള്ള സിനിമയാണ്. കാര്യം ഒരു കേരളത്തിന്റെ തനിമയുള്ള സിനിമയാണ്. അപ്പൊ ഈ സിനിമയ്ക്ക് എല്ലാ വിജയാശംസകളും നേരുന്നു. ഒപ്പം എന്റെ കഥാപാത്രത്തെ അംഗീകരിക്കണമെന്നും കൂടെ അഭ്യർത്ഥിക്കുന്നു. വേറൊന്നുമില്ല സിനിമയെ പറ്റി. കാരണം പറയാനുള്ളത് ഏകദേശം സംവിധായകനും തമ്പിസാറും പറഞ്ഞു കഴിഞ്ഞു. ഇതൊരു സ്ത്രീപക്ഷ സിനിമയാണ്. കാരണം നമ്മളിന്ന് സിനിമയെ കുറിച്ച് ആൾക്കാർ സംസാരിക്കുമ്പോൾ 2-3 വിമർശനങ്ങളാണ് പറയുന്നത്. ഒന്ന്, പണ്ടത്തെ സിനിമകളിലൊക്കെ അച്ഛനും അമ്മയും അമ്മാവനും അമ്മായിയൊക്കെ സിനിമകളിൽ ഉണ്ടാവും, ഇപ്പോഴത്തെ സിനിമകളിൽ ഇല്ല എന്ന് പറയാറുണ്ട്. പക്ഷെ ഈ സിനിമയില് ഈ പറയുന്ന പോലെ അച്ഛനും അമ്മാവനും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അവരുടെ ഇടപെടലുകൾ വളരെ പരിമിതമായിട്ട്, കാരണം ഈ ഒരു മുൻകാലത്തെ ഒരു സബ്ജക്റ്റ് ആണ് പറയുന്നതെങ്കിൽ പോലും അവരുടെ ട്രീറ്റ്മെന്റ്, ആ സ്ക്രിപ്റ്റിന്റെ ട്രീറ്റ്മെന്റ് ഒരു പുതിയ തലമുറയുടെ രീതിയിൽ തന്നെയാണ്. കാരണം ഇൻസിഡന്റ് ബേസ്ഡ് ആയിട്ട്, കാരണം നമുക്കൊക്കെ അറിയാം മുമ്പ് ഒരു ഏരിയ ബേസ്ഡ് ആയിട്ട് കഥ പറഞ്ഞു പോകുന്നതിന് അപ്പുറത്തോട്ട് ഇപ്പം സിനിമകളെല്ലാം ഓരോ ഇൻസിഡന്റ് ബേസ്ഡ് ആണ്. ഒരു ഇൻസിഡന്റിനെ കേന്ദ്രീകൃതമാക്കി എടുത്തുകൊണ്ടൊരു സബ്ജക്ട് എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നു. അതിന്റെ തുടക്കം തൊട്ട് ഒടുക്കം വരെ ആ ഇൻസിഡന്റ് കംപ്ലീറ്റ് ആകുമ്പോൾ ആ സിനിമ തീരുകയാണ്. ഇതും അതുപോലെ തന്നെയാണ്. ഒരു സ്ത്രീപക്ഷ സിനിമ, ഒരു സ്ത്രീ ശാക്തീകരണം മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കണം ഇതിന്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ സഞ്ചാരപഥത്തിൽ നമുക്ക് ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ജാതീയമായിട്ട് ആൾക്കാരെ ധ്രുവീകരണത്തിലോട്ട് തള്ളിവിടുന്ന ഒരു രീതി. ഇതിനകത്തും വർണ്ണം തന്നെയാണ് വിഷയം, ജാതി തന്നെയാണ്. കാരണം ഒരു പുള്ളോ പെൺകുട്ടി ഒരു നമ്പൂരി യുവാവിനെ കെട്ടുന്നു. ഇതിന് ശേഷം ഇവരുടെ ലൈഫിൽ ഈ ജാതീയ വ്യത്യാസം തന്നെയാണ് ഇവരുടെ ലൈഫിനെ ബാധിക്കുന്നത്. ഇവരൊരു ഉയർന്ന ജാതിയിൽപ്പെട്ട
കുറച്ചു പേരുടെ സ്ഥലത്തെത്തുകയും അവിടുന്ന് രക്ഷ കിട്ടി വേറൊരു സ്ഥലത്തെത്തുകയും ഇതിനുശേഷം ഈ പെൺകുട്ടിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സംഭവങ്ങളാണ് സിനിമയുള്ളത്. അപ്പം ഒരു പക്ഷേ ഇത് സമൂഹത്തിന്റെ മുമ്പിൽ ഒരു എന്താ പറയാ ഇങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ ഒരു ഇന്റർപ്രിട്ടേഷൻ കൂടെ നടത്താൻ സാധ്യതയുള്ള ഒരു വിഷയമാണ്. എന്തായാലും നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് സമൂഹത്തിന്റെ മുമ്പിൽ ഈ സിനിമ നല്ല രീതിയിൽ എല്ലാവരും കാണാൻ ഇടയാകട്ടെ എന്നുള്ളതാണ്. അതിന് എന്ത് ഈ പറയുന്ന പോലെ തമ്പിച്ചേട്ടനെ അഭിനയിപ്പിച്ചതിൽ ആര് എന്ത് പ്രതികരിച്ചാലും അതിനെ തെറ്റായി വ്യാഖ്യാനിച്ചാലും എങ്ങനെ വ്യാഖ്യാനിച്ചാലും ആ വ്യാഖ്യാനങ്ങളൊക്കെ എൻഡ് ഓഫ് ദ ഡേ സിനിമയുടെ കളക്ഷൻ നല്ല രീതിയിൽ ബാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അതാണ് വേണ്ടത്. കാരണം പ്രൊഡ്യൂസർ നിലനിന്നാൽ മാത്രമേ നമുക്ക് അടുത്തൊരു സിനിമ ഉണ്ടാവുള്ളൂ. ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന, കാര്യം നമ്മൾ അഭിനയിച്ചു കഴിഞ്ഞ് പോരുമ്പോൾ അദ്ദേഹം വണ്ടിക്കൂലി പോലും തരാതിരുന്നിട്ടില്ല, എല്ലാം കൃത്യമായിട്ട് തന്നതാണ്. അപ്പം നമുക്ക് താമസിക്കാൻ സ്ഥലം, കഴിക്കാൻ ഭക്ഷണം, ഉടുക്കാൻ വസ്ത്രം, യാത്ര ചെയ്യാൻ പൈസ എല്ലാം തന്ന ഒരാളോട് നമുക്കുണ്ടാവുന്ന ഒരു നന്ദിയും സ്നേഹവും ഉണ്ടല്ലോ, ഒരു പ്രാർത്ഥനയാണ്. അദ്ദേഹത്തിന്റെ വീട്ടില് അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും കഴിക്കേണ്ട അല്ലെ അവർ എൻജോയ് ചെയ്യേണ്ട ആ പണം എടുത്തിട്ടാണ് ഞങ്ങൾക്ക് തന്നത്. അപ്പം അതിനെ തിരിച്ച് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ വർക്ക് പൂർണ്ണമായിട്ടും ആത്മാർത്ഥയോടെ ചെയ്യുക. ഒപ്പം നിങ്ങളുടെ മുമ്പിൽ ഈ വർക്ക് നിന്റെ അംബാസിഡേഴ്സിനെ പോലെ നിങ്ങളുടെ മുമ്പിൽ നല്ല രീതിയിൽ ഈ സിനിമ എത്തിക്കുക. നിങ്ങൾ പ്രേക്ഷകരിലോട്ട് ഇത് നല്ല രീതിയിൽ എത്തിക്കുന്നുള്ള വിശ്വാസത്തില് നിങ്ങളിലുള്ള വിശ്വാസം പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. നമസ്കാരം. ഞാൻ ഇതുവരെ വളരെ പാവം പിടിച്ച കഥാപാത്രങ്ങളൊക്കെയാണ് പല സിനിമയിലും സീരിയലൊക്കെ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇതില് ആദ്യമായിട്ട് മായമ്മ എന്ന കഥാപാത്രത്തിനെതിരെ വില്ലനായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഡയറക്ടർ എൻ്റെ അടുത്ത് വന്ന് ഒരു വില്ലനാണെന്ന് അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു പരീക്ഷണത്തിന് തയ്യാറായ അദ്ദേഹത്തോട് നന്ദിയുണ്ട്. അതോടൊപ്പം ഇങ്ങനൊരു നമുക്ക് എന്താ പറയാ പഴയകാല നമ്മുടെ നാട്ടുപ്രദേശങ്ങളൊക്കെ ചിത്രീകരിച്ച ഒരു സിനിമയാണ്. ഇത് പുതിയ തലമുറയ്ക്കും എല്ലാവർക്കും കാണാനാവുന്ന ഒരു അവസരമാണ് മായമ്മയിലൂടെ നമുക്ക് വരുന്നത്. തീർച്ചയായും ഇത് വിജയിക്കേണ്ടത് ഇതിൽ പങ്കെടുത്തവരുടെയും അതോടൊപ്പം ഇനിയും ഇത് പ്രൊഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ സംവിധാനം ചെയ്യാൻ പോകുന്ന അവർക്കും ഇതൊരു പ്രചോദനമായി മാറും. തീർച്ചയായും എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നന്ദി. നമസ്കാരം. മായമ്മ എന്ന സിനിമ ഞാനൊരു ഗ്യാപ്പിന് ശേഷം വളരെ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രം ചെയ്യുകയാണ്. അപ്പോൾ ഈ സിനിമ എല്ലാവർക്കും കുടുംബസമേതം വളരെ ധൈര്യത്തോടെ പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും എന്ന് ഉറപ്പുണ്ട്. ഇതില് ഒരുപാട് നാളുകളായിട്ട് മലയാള സിനിമയിൽ നമ്മൾ മിസ് ചെയ്യുന്നു എന്ന് പറയുന്ന പല കാര്യങ്ങളും ഇതിലുണ്ട്. നമ്മുടെ കേരള തനിമ, നമ്മുടെ ട്രഡീഷൻ, പിന്നെ ബന്ധം, ആളുകൾ തമ്മിലുള്ള ഒരു ബന്ധം, അതിൻ്റെ ഒരു ഡെപ്ത് ഒക്കെ വളരെ നന്നായിട്ട് ഇതിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വളരെ പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ്. അത് വളരെ നന്നായിട്ട് വരും എന്ന് ഉറപ്പുണ്ട്. നല്ലൊരു ടീം വർക്കാണ് ഇതിലുള്ളത്. ഇതിൽ വർക്ക് ചെയ്ത ഓരോരുത്തരും